Hi students, today we are going to discuss the third normal form. In the last two lectures we have discussed the first normal form and the second normal form, and also how to convert a relation or an unnormalized table into a first normal form and second normal form. Okay, so first normal form to convert cheyannu parnal endana main point is the intersection of each row and column should be atomic. എന്ന് വെച്ചാൽ ഓരോ റോയിലും കോളത്തിലും അറ്റോമിക് വാല്യൂസ് മാത്രമേ വരാൻ പാടുള്ളൂ. സെക്കൻഡ് നോർമൽ ഫോമിന് രണ്ട് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് കണ്ടീഷൻ നമ്പർ 1 is it should be in first normal form, and the condition number 2 is every non-prime attribute should fully functionally depend on candidate key. Okay, അവിടെ പാർഷ്യൽ ഡിപ്പെൻഡൻസി കാൻഡിഡേറ്റ് കീയിൽ പാർഷ്യൽ ഡിപ്പെൻഡൻസി വരുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ റിമൂവ് ചെയ്ത് മറ്റൊരു ടേബിളാക്കി മാറ്റണം. ഓക്കെ, അപ്പം ഓൾറെഡി നമ്മളൊരു എക്സാമ്പിളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഹൗ ടു കൺവേർട്ട് ആൻഡ് അൺനോർമലൈസ്ഡ് ടേബിൾ ഇൻ ടു ഫസ്റ്റ് നോർമൽ ഫോം ആൻഡ് സെക്കൻഡ് നോർമൽ ഫോം. ഇനി നമ്മൾ പറയുന്നത് ഹൗ ടു കൺവേർട്ട് ടേബിൾ ടു തേർഡ് നോർമൽ ഫോം. ഓക്കെ, in order for a relation to be in third normal form, the table should satisfy two conditions. ഒരു ടേബിളിനെ തേർഡ് നോർമൽ ഫോമിലാക്കണമെങ്കിൽ അവിടെയും രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, കണ്ടീഷൻ നമ്പർ 1 എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഇൻ സെക്കൻഡ് നോർമൽ ഫോം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് അതെന്തായിരിക്കണം, സെക്കൻഡ് നോർമൽ ഫോമിൽ ആയിരിക്കണം. ഓക്കെ, സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് നോൺ പ്രൈം ആട്രിബ്യൂട്ട് ഷുഡ് ബി ട്രാൻസിറ്റീവ്ലി ഡിപ്പെൻഡ് ഓൺ കാൻഡിഡേറ്റ് കീ. ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ടും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ കാൻഡിഡേറ്റ് കീനെ ട്രാൻസിറ്റീവ്ലി ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, നോൺ പ്രൈം ആട്രിബ്യൂട്ട് ഒരിക്കലും മറ്റൊരു നോൺ പ്രൈം ആട്രിബ്യൂട്ടിനെ ഫങ്ഷനലി ഡിറ്റർമൈൻ ചെയ്യാൻ പാടില്ല. ഇങ്ങനൊരു ഡിപ്പെൻഡൻസി വരികയാണെങ്കിൽ നമ്മൾ അവരെ റിമൂവ് ചെയ്ത് മാറ്റുക. ഓക്കെ, ഏറ്റവും എളുപ്പത്തിൽ അതാണ് പറയേണ്ടത്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന റിലേഷൻ ഷുഡ് ബി ഇൻ സെക്കൻഡ് നോർമൽ ഫോം. സെക്കൻഡ് നോർമൽ ഫോം അല്ലെങ്കിൽ നമ്മൾ അതിനെ സെക്കൻഡ് നോർമൽ ഫോമിലോട്ട് ആക്കണം. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ നോക്കേണ്ടത് എന്താണ്, ഏതെങ്കിലും രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നോൺ പ്രൈം ആട്രിബ്യൂട്ട് ഷുഡ് ട്രാൻസിറ്റീവ്ലി ഡിപ്പെൻഡ് ഓൺ കാൻഡിഡേറ്റ് കീ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്ത് വരാൻ പാടില്ല, അവിടെ നോൺ പ്രൈം ആട്രിബ്യൂട്ട് മറ്റൊരു നോൺ പ്രൈം ആട്രിബ്യൂട്ടിനെ എന്ത് ചെയ്യാൻ പാടില്ല, ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു ഡിപ്പെൻഡൻസി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ വേറൊരു ടേബിളിലോട്ട് റിമൂവ് ചെയ്യണം. ഓക്കെ, അപ്പം ഇവിടെയും ബേസിക് എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് കീയും അതേ കണക്ക് നോൺ പ്രൈം ആട്രിബ്യൂട്ടുമാണ്. കാൻഡിഡേറ്റ് കീ എങ്ങനെ കണ്ടുപിടിക്കണമെന്നും അതിനകത്തുനിന്ന് പ്രൈം ആട്രിബ്യൂട്ടിനെ ഐഡൻറ്റിഫൈ ആണ്, നോൺ പ്രൈം ആട്രിബ്യൂട്ടിനെ ഐഡൻറ്റിഫൈ ആണ്, എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, നൗ ഒരു എക്സാമ്പിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് തന്നിരിക്കുന്ന റിലേഷൻ തേർഡ് നോർമൽ ഫോമിലാണോ അല്ലയോ എന്നാണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ തേർഡ് നോർമൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുക്കുക. ഓക്കെ, സോ consider an example relation capital R with attributes A, B, Z, D, E and F, and we have provided with the 4 functional dependency. A function determines B, C, D, E, F. B, C function determines A, D, E, F. B function determines F. D function determines E. Our question is to check whether this relation is in 3NF. ഈ relation തന്നിരിക്കുന്ന റിലേഷൻസ് തേർഡ് നോർമൽ ഫോമിലാണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, തന്നിരിക്കുന്ന റിലേഷൻ തേർഡ് നോർമൽ ഫോമിലാണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം, അത് സെക്കൻഡ് നോർമൽ ഫോമിലാണോ എന്ന് ചെക്ക് ചെയ്യണം. സെക്കൻഡ് നോർമൽ ഫോമിലാണോ ഇല്ലയോ ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം, അത് ഫസ്റ്റ് നോർമൽ ഫോം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇങ്ങനെ തരുന്നതെല്ലാം നമ്മൾ എന്താണെന്ന് അസ്യൂം ചെയ്യും, നമ്മളത് ഫസ്റ്റ് നോർമൽ ഫോമിലാണെന്നുള്ള അസംഷൻ നമ്മൾ എപ്പോഴും എടുക്കും കേട്ടോ. ഇനി സെക്കൻഡ് നോർമൽ ഫോമിലാണോ അല്ലയോ എന്ന് ഈ ഒരു എക്സാമ്പിൾ ഞാൻ ഓൾറെഡി സെക്കൻഡ് നോർമലൈസേഷന് വേണ്ടിയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് തോന്നും. ഓക്കെ, സെക്കൻഡ് നോർമലൈസേഷൻ ചെയ്തപ്പോൾ ഞാൻ ഈ സെയിം എക്സാമ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് സെക്കൻഡ് നോർമൽ ഫോം ചെയ്തപ്പോൾ ഞാൻ സെയിം എക്സാമ്പിളാണ് എടുത്തത്. അതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ആദ്യമേ കാൻഡിഡേറ്റ് കീനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. കാൻഡിഡേറ്റ് കീനെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കിയപ്പോഴത്തേക്ക് എന്തില്ല, എല്ലാ എലമെൻറ്റ്സും റിലേഷനകത്തുള്ള എല്ലാ ആട്രിബ്യൂട്ട്സും റൈറ്റ് ഹാൻഡ് സൈഡിൽ വന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഓരോരുത്തരെ ഓർഡറിലെടുത്ത് ചെക്ക് ചെയ്യുന്നു. എ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് A can alone identify all the attributes, so A act as a candidate key. ഇനി അപ്പോൾ നമ്മൾ എ വെച്ചുള്ള കോമ്പിനേഷൻസ് ഒന്നും ചെക്ക് ചെയ്യേണ്ട. ഇനി ബി ചെക്ക് ചെയ്യുക, സി ചെക്ക് ചെയ്യുക, ഡി ചെക്ക് ചെയ്യുക, എല്ലാം ചെക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ എയും ബി സിയാണ് നമുക്ക് കാൻഡിഡേറ്റ് കീ ആയിട്ട് കിട്ടിയത്. അവരെ നമ്മൾ കാൻഡിഡേറ്റ് കീ ആക്കി വെച്ചു. അപ്പോൾ കാൻഡിഡേറ്റ് കീയിൽ വരാത്ത ബാക്കി ആട്രിബ്യൂട്ട്സ് ദാറ്റ് ഇസ് ഡി, ഇ, എഫ് അവരാണ് എന്തെന്ന് പറയുന്നത് നോൺ പ്രൈം ആട്രിബ്യൂട്ട് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ ആ കണ്ടീഷൻസ് നമ്മൾ നോക്കി
കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എ ഫങ്ഷൻ ഡിറ്റർമൈൻസ് ബി സി, അത് ഓക്കെ ആണ്. അവിടെ എന്തില്ല, എ എന്ന് പറയുന്നത് ഒരു കാൻഡിഡേറ്റ് കീയാണ്, എ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അവിടെ നമുക്ക് ആ കാൻഡിഡേറ്റ് കീനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ടൊന്നുമില്ല, സോ അവിടെ ഓക്കെയാണ്. നെക്സ്റ്റ് ബി സി ഫങ്ഷൻ ഡിറ്റർമൈൻസ്, അത് ബി സി എന്ന് പറയുന്നത് ഒരു കാൻഡിഡേറ്റ് കീ തന്നെയാണ്, അപ്പോൾ അവിടെയും പ്രോബ്ലം ഇല്ല. ഇനി ബി എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി കാൻഡിഡേറ്റ് കീ. ബി എന്ത് ചെയ്യുന്നുണ്ട്, ബി ഇവിടെ ബി സി ഒരുമിച്ചാണ് എ ഡി ഇ എഫിനെ എന്ത് ചെയ്ത് ഡിറ്റർമിൻ ചെയ്യുന്നു. അപ്പോൾ ഈ ബി സിന്ന് സീനെ കളഞ്ഞിട്ടും ബി എന്ത് ചെയ്യുന്നു, എഫിനെ ഫങ്ഷൻ ഡിറ്റർമിൻ ചെയ്യുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് പാർഷ്യൽ ഡിപ്പെൻഡൻസിയാണ്, അപ്പോൾ അവരെ നമ്മൾ റിമൂവ് ചെയ്തു. ഇനി ഡി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ പാർട്ട് ഓഫ് ദി കാൻഡിഡേറ്റ്, അതുകൊണ്ട് നമ്മളത് നോക്കേണ്ട കാര്യം തന്നെ ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു തന്നിരിക്കുന്ന റിലേഷനിൽ നിന്ന് നമ്മൾ ബി ഫങ്ഷൻ ഡിറ്റർമൈൻസ് എഫിനെ, ഈ ബി ഫങ്ഷണൽ ഡിറ്റർമൈൻസ് എഫിൽ നിന്നും ഇവരെയാണ് നമ്മൾ സെപ്പറേറ്റ് ഒരു ടേബിളിലാക്കുന്നത്. അതാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന സെപ്പറേറ്റ് ടേബിൾ. ഓക്കെ, ഇനി നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ റിലേഷൻ എഴുതുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ എഫ് എഴുതേണ്ട കാര്യമില്ല, കാരണം ബി ഫങ്ഷൻ ഡിറ്റർമൈൻസ് എഫ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി സെപ്പറേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞു. അപ്പം നമ്മൾ ഇനി എഴുതുമ്പോഴത്തേക്ക് R1-നകത്ത് എ ബി സി ഡി വരെ മതി, ഇ വരെ മതി. എ ഫങ്ഷൻ ഡിറ്റർമൈൻസ് ബി സി ഡി ഇ വരെ മതി, എഫ് നമ്മൾ എഴുതേണ്ട കാര്യം ഇല്ല. ബി സി ഫങ്ഷൻ ഡിറ്റർമൈൻസ് എ ഡി ഇ മതി, എഫിൻ്റെ കാര്യം ഇല്ല. ഡി ഫങ്ഷൻ ഡിറ്റർമൈൻസ് ഇ. ഓക്കെ, ഇപ്പോൾ ഈ റിലേഷൻ എന്താണ്, സെക്കൻഡ് നോർമൽ ഫോമിൽ ആണ്. ഓക്കെ, ഇനി ഇത് വെച്ചും കൊണ്ടാണ് ഞാൻ തേർഡ് നോർമൽ ഫോം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഈ റിലേഷനെ സെക്കൻഡ് നോർമൽ ഫോമിൽ ഞാൻ ആക്കി, ഇതാണ്ട് ഈ ആക്കി വെച്ചിരിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. നൗ ഐ വാണ്ട് ടു ചെക്ക് വെദർ ദിസ് റിലേഷൻ ഈസ് ഇൻ തേർഡ് നോർമൽ ഫോം. ഓക്കെ, തേർഡ് നോർമൽ ഫോമിലാക്കാൻ ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ട് മറ്റൊരു നോൺ പ്രൈം ആട്രിബ്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ട് ഉണ്ടെങ്കിൽ അവരെ റിമൂവ് ചെയ്യുക മാത്രം നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഒറിജിനൽ ആർ എന്ന് പറയുന്ന പറഞ്ഞ റിലേഷനകത്ത് എ ബി സി ഡി ഇ എഫ് ഉണ്ടായിരുന്നു. അതിനെ നമ്മളിപ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, R1 ആൻഡ് R2. ഇനി നമ്മൾ ഇവരെ രണ്ടായിട്ട് കണ്ട് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ആദ്യമേ R1-നെ കൺസിഡർ ചെയ്യാം. എഗെയിൻ R1-നെ കൺസിഡർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ R1-നെ കൺസിഡർ ചെയ്യാം. നൗ ചെക്ക് വെദർ R1 വയലേറ്റ് സെക്കൻഡ് കണ്ടീഷൻ ഓഫ് തേർഡ് നോർമൽ ഫോം. R1-നെ കൺസിഡർ ചെയ്തു, ഇതായിരുന്നു നമ്മുടെ R1-നെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഇനി നോൺ പ്രൈം ടു നോൺ പ്രൈം ആട്രിബ്യൂട്ട് ഡിപ്പെൻഡൻസി ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്തത്. അപ്പം നമുക്ക് എഗെയിൻ വി ഹാവ് ടു ഫൈൻഡ് ദ കാൻഡിഡേറ്റ് കീ ആൻഡ് നോൺ പ്രൈം ആട്രിബ്യൂട്ട്. ഓക്കെ, അപ്പോൾ ഈ പോർഷനിൽ ഈ ഒരു 3 ഡിപ്പെൻഡൻസി വെച്ചും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുത്തെ കാൻഡിഡേറ്റ് കീനെ കണ്ടുപിടിക്കുക. ആദ്യമേ ഞാൻ എയുടെ ക്ലോഷർ എടുത്തപ്പോഴത്തേക്ക് ദേ ക്യാൻ ഐഡൻറ്റിഫൈ ഓൾ ദ എലമെൻറ്റ്സ്, സോ ഇറ്റ് ആക്ട് ആസ് എ കാൻഡിഡേറ്റ് കീ. ബി എടുത്തപ്പോൾ ബി മാത്രം, സി മാത്രമേ ഉള്ളൂ. ഡിയുടെ ക്ലോഷർ എടുക്കുമ്പോൾ ഡി ഇ വരുന്നുണ്ട്, പറ്റില്ല. അപ്പം ഇനി എ വെച്ചുള്ള കോമ്പിനേഷൻസ് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, എ എലോൺ ക്യാൻ ആക്ട് ആസ് എ കാൻഡിഡേറ്റ് കീ, സോ എയുടെ കോമ്പിനേഷൻസ് വേണ്ട. ഇനി ബി സി ബി ഡി അത് നോക്കുക, അതാണ് സി ഡി നോക്കുക. ബി സിക്കും പറ്റും, ബി ഡി സി ഡി പറ്റില്ല. ഓക്കെ, അപ്പോൾ കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകാൻ കാര്യം ഇത്രയും പോർഷൻസ് നമുക്ക് ഓൾറെഡി അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നത് കേട്ടോ. സോ ദ കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത് എയും ബിയും സിയും ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ നോൺ പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും, ഡിയും ഇയും മാത്രമായിരിക്കും ഇവിടുത്തെ നോൺ പ്രൈം ആട്രിബ്യൂട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഇവിടുത്തെ 2 നോൺ പ്രൈം ആട്രിബ്യൂട്ടേ ഉള്ളൂ, ഡിയും ഇയും. അപ്പം നമ്മുടെ ഈ R1 എന്ന് പറഞ്ഞ റിലേഷനകത്ത് ഈ നോൺ പ്രൈം ആട്രിബ്യൂട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫങ്ഷണലി ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കണം. ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അവരെ റിമൂവ് മാത്രം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ദാണ്ടെ ഇത് നോക്കുമ്പോഴത്തേക്ക് എ ഫങ്ഷൻ ഡിറ്റർമൈൻസ് ബി സി, ഇറ്റ്സ് നോ പ്രോബ്ലം. ബി സി എന്ന് പറഞ്ഞ കാൻഡിഡേറ്റ് കീ ഫങ്ഷൻ ഡിറ്റർമൈൻസ് എ ഡി ഇ, നോ പ്രോബ്ലം. ഡി ഫങ്ഷൻ ഡിറ്റർമൈൻസ് ഇ എന്ന് വെച്ചാൽ ഇവിടെ എന്താണ്, ഇറ്റ്സ് എ നോൺ പ്രൈം ആട്രിബ്യൂട്ട് ഫങ്ഷൻ ഡിറ്റർമൈൻസ് അനദർ നോൺ പ്രൈം ആട്രിബ്യൂട്ട്. അപ്പം അത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ തേർഡ് നോർമൽ ഫോമിൻ്റെ കണ്ടീഷനെ വയലേറ്റ് ചെയ്യുന്നുണ്ട്. സോ വി വിൽ ടേക്ക് ഔട്ട് ദിസ്. ഇതിനെ നമ്മൾ R1 എന്ന് പറഞ്ഞ റിലേഷനിൽ നിന്നും എടുത്തിട്ട് നമ്മളതിനെ മറ്റൊരു റിലേഷനിലാക്കി മാറ്റും. ഇതാ നോക്കിക്കേ, അപ്പം R1 എന്ന് പറയുന്ന റിലേഷൻ, R1 എന്ന് പറഞ്ഞ റിലേഷനകത്ത് ആക്ച്വലി എ ബി സി ഡി ഇ ഉണ്ടായിരുന്നു. അതിനകത്തുനിന്ന് നമ്മൾ ഡി ഫങ്ഷൻ ഡിറ്റർമൈൻസ് ഇ അവരെ നമ്മളങ്ങ് മാറ്റും കേട്ടോ. R1 എന്ന് പറഞ്ഞ റിലേഷനെയാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന R11ഉം R12. ആ R12ൽ നമ്മൾ എന്ത് ചെയ്യും, ഡിയും ഇയും കൊടുത്തു. ഡി ഈ ഫങ്ഷൻ ഡിറ്റർമൈൻസ് ഇയും നമ്മൾ അവിടെ വെച്ചു. ഇനി നമുക്ക് ഇനെ നമ്മൾ R11ൽ കൊണ്ടുവരേണ്ട കാര്യം ഇല്ല. ഓക്കെ, അപ്പോൾ R11ൽ എ ബി സി ഡി വരെ മാത്രമേ വരുള്ളൂ. ഓക്കെ, എ ബി സി ഡി വരെ മാത്രമേ വരുള്ളൂ.
ഇനി ആ ബാക്കി ഫംഗ്ഷൻ ഡിപ്പെൻഡൻസി നമ്മൾ അതിനൊക്കെ എഴുതുക. എ ഫംഗ്ഷൻ ഡിറ്റർമൈൻസ് ബി സി ഡി എഴുതുക, ബി സി ഫംഗ്ഷൻ ഡിറ്റർമൈൻസ് എ ഡി എഴുതുക. ഇനി നമ്മൾ അങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അപ്പം R1നെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, R11 ആൻഡ് R12. R1 വിത്ത് ആട്രിബ്യൂട്ട്സ് എ ബി സി ഡി ആൻഡ് R2 വിത്ത് ആട്രിബ്യൂട്ട്സ് ഡി ആൻഡ് ഇ. ഇനി അത് മാത്രമല്ല, R എന്ന് പറഞ്ഞ ഒറിജിനൽ റിലേഷനെ സ്പ്ലിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇനി തണ്ട് ഇങ്ങനൊരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. അത് നമ്മൾ ആകെ ഒരൊറ്റ ഫംഗ്ഷൻ ഡിപ്പെൻഡൻസി ഉള്ളൂ. ഇവിടുത്തെ ഇതാണ്ടേ ഇത് ഈ ഒരു ഇതാണ് ഇത് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ കാൻഡിഡേറ്റ്ക്ക് എന്താണ്, ഇവിടെ ആകെ ബിയുടെയും ക്ലോഷർ എടുക്കുക, എഫിൻ്റെയും ക്ലോഷർ എടുക്കുക. ബിയുടെ ക്ലോഷർ എടുക്കുമ്പോൾ നമുക്ക് ബി എഫ് കിട്ടും, എഫിൻ്റെ ക്ലോഷർ എടുക്കുമ്പോൾ എഫ് കിട്ടും. അപ്പോൾ ബി ആയിരിക്കും ഇവിടുത്തെ കാൻഡിഡേറ്റ് കീ. ഇപ്പോൾ ബി ഫംഗ്ഷൻ ഡിറ്റർമൈൻ സി, അവിടെ എന്തില്ല, അവിടെ നോൺ പ്രൈം ടു നോൺ പ്രൈം ഡിപ്പെൻഡൻസി ഒന്നുമില്ല. അപ്പോൾ ഇത് തേർഡ് നോർമൽ ഫോമിൽ ആയിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ആർ എന്ന് പറഞ്ഞ ഒറിജിനൽ റിലേഷൻ നമ്മൾ സെക്കൻഡ് നോർമൽ ഫോമിലാക്കിയപ്പോഴത്തേക്ക് അത് R1ഉം R2 ആയിട്ട് മാറി. അതിനുശേഷം നമ്മൾ അതിനെ തേർഡ് നോർമൽ ഫോമിലാക്കിയപ്പോഴത്തേക്ക് R1 എന്ന് പറയുന്ന റിലേഷൻ R11ഉം R12 ആയിട്ട് മാറി. അതിൻ്റെ കൂടെ നമ്മൾ ഏതും കൊടുക്കണം, R2നെയും കൊടുക്കണം. നൗ ദിസ് റിലേഷൻ ഈസ് ഇൻ തേർഡ് നോർമൽ ഫോം. ഓക്കെ ആണല്ലോ. അപ്പം തന്നിരിക്കുന്ന റിലേഷനെ തേർഡ് നോർമൽ ഫോം ആണോ അല്ലയോ ചെക്ക് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ്, അല്ലെങ്കിൽ തേർഡ് നോർമൽ ഫോമിലോട്ട് ആക്കണമെങ്കിൽ നമ്മൾ അതിനെ ആദ്യമേ സെക്കൻഡ് നോർമൽ ഫോം ആക്കണം. സെക്കൻഡ് നോർമൽ ഫോം ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് തേർഡ് നോർമൽ ഫോമിലോട്ട് ആക്കാൻ പറ്റുള്ളൂ. അപ്പം സെക്കൻഡ് നോർമൽ ഫോമിലാക്കുന്നത് എങ്ങനെയാണോ അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാണ്. തേർഡ് നോർമൽ ഫോമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. സെക്കൻഡ് നോർമൽ ഫോമിൽ ഇരിക്കുന്ന ടേബിളിനെ വേണം നമ്മൾ തേർഡ് നോർമൽ ഫോമിലോട്ട് ആക്കാൻ. അപ്പോൾ തേർഡ് നോർമൽ ഫോമിലോട്ട് ആക്കുമ്പോൾ എഗെയിൻ നമ്മൾ കാൻഡിഡേറ്റ് കീനെയും പ്രൈം കീനെയും നോൺ പ്രൈം ആട്രിബ്യൂട്ടിനെയും എല്ലാം നമ്മൾ കണ്ടുപിടിച്ചിട്ട് എന്ത് മാത്രം ചെക്ക് ചെയ്താൽ മതി, നോൺ പ്രൈം ടു നോൺ പ്രൈം ആട്രിബ്യൂട്ടിൻ്റെ ഡിപ്പെൻഡൻസി ഉണ്ടോ എന്ന് നോക്കുക. അവരുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അവരെ എന്ത് ചെയ്യുക, വേറെ റിലേഷനിലോട്ട് മാറ്റുക. ഓക്കെ, ഇത്ര ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് ഏത് ഫോമിലായി കഴിഞ്ഞു, തേർഡ് നോർമൽ ഫോമിലായി കഴിഞ്ഞു. Thank you.